നമ്മളെ നേഴ്സിൻ്റെ സൈക്കിളിന് കേരിയർ വിറ്റാക്കുന്നു. 10:45. പിന്നെ ഒരു ട്യൂബും കൂടി വാങ്ങണം. വേടാ അങ്ങനെ പയ്യോളം എത്തി. അങ്ങനെ പയ്യോളിയിൽ വീനസ് നമ്മളതിലേക്ക് ട്യൂബ് ഇട്ടിട്ട് ട്യൂബ് ഉണ്ട്. ഓന് ഈ വാൾവ് മാറിപ്പോയി. അവൻ്റെ ട്യൂബ് ഇവിടെ ഇല്ല. അപ്പോൾ നിങ്ങൾ റൈഡിനെല്ലാം പോകുമ്പോൾ ഇതാണ് നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ട് വരിക. റാക്കെല്ലാം നേരത്തെ സെറ്റാക്കിയിട്ട് വരിക. റാക്ക് ഇവിടെ വന്നിട്ടല്ലേ ഫിറ്റ് ചെയ്ത് വരിക. അപ്പോൾ തൽക്കാലത്തേക്ക് ഹാൻഡ് ബാറിന് ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ ഓടിച്ചത്. അപ്പോൾ റാക്ക് ഫിറ്റ് ചെയ്തു. വേണ്ട സാധനങ്ങളെല്ലാം നേരത്തെ റെഡിയാക്കിയിട്ട് പ്രിപ്പയർഡ് ചെയ്തിട്ട് ഒരു ദിവസം ഓടിച്ച് നോക്കിയിട്ട് വേണം റാക്ക് വരാൻ പറ്റും. അങ്ങനെ തിക്കോടിയിൽ രണ്ട് ഹോട്ടലിൽ ഫുഡ് കഴിച്ച് അപ്പോൾ തിക്കോടി ഡ്രൈവിംഗ് ബീച്ചിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ തിക്കോടി ഡ്രൈവിംഗ് ബീച്ചിലെത്തി. അപ്പോൾ കുറച്ച് സമയം റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും നമ്മളെ യാത്ര ആരംഭിക്കാം. മുഴപ്പിലങ്ങാട് ബീച്ച് കേട്ടി. തിക്കോടി ബീച്ച്, തിക്കോടി ഡ്രൈവിംഗ് ബീച്ച്. കാറിൽ നല്ല ഉഷാറായിട്ട് ഓടിക്കുന്നുണ്ടല്ല. ഞാൻ ഓടിക്കില്ല ചേട്ടാ. നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട് കേട്ടോ, ഒരു പ്രശ്നമില്ല. അധികം നേരം ചോട്ടുന്ന ശരിയല്ല സൈക്കിളിൽ, കഴുകേണ്ടി വരും നല്ല വെള്ളത്തിൽ. അപ്പോൾ വളക്കാം. അപ്പോൾ തിക്കോടിയിൽ നിന്ന് വീണ്ടും യാത്രയായി. നമുക്ക് വീണ്ടും ഒരു പണി കിട്ടിയിട്ടുണ്ട്. വിനേശിൻ്റെ സൈക്കിൾ പഞ്ചറായി. എവിടെയാണ് ഇതിൻ്റെ പഞ്ചറായത്? അത് നോക്കി വെച്ചിട്ടില്ല. മതി. നമ്മുടെ അടുത്ത് ഇപ്പോൾ നേരത്തെ ഒരു ട്യൂബ് ഉണ്ടെങ്കിൽ അത് ഇട്ടിട്ട് പോകാമായിരുന്നു. ഇപ്പോൾ പഞ്ചറടിച്ചിട്ട് പോകേണ്ട അവസ്ഥയായി. ടൈം ഒരുപാട് വേസ്റ്റ് ആവില്ല ഇത്. നല്ല ചൂടുള്ള കാലാവസ്ഥയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് തണുപ്പുള്ള സാധനങ്ങൾ കഴിക്കാൻ തോന്നുന്നു. ഇപ്പം തലക്കുളത്തൂരല്ല ഉള്ളത്. ഇനി 11 കിലോമീറ്റർ ഉണ്ട് കോഴിക്കോടേക്ക്. സമയം 7:15. ഇവിടുന്ന് ഷെയ്ക്കെല്ലാം അടിച്ചു കുടിച്ചു. പിന്നെ അവിടെ പോയിട്ട് ഫുഡൊക്കെ അടിച്ചിട്ട് റെസ്റ്റ് എടുക്കാം. നാളെ രാവിലെ തന്നെ ഒരു 4 മണിക്കെങ്കിലും ഇറങ്ങണം പാലക്കാടേക്ക്. അങ്ങനെ കോഴിക്കോടെത്തി റൂം എടുത്തു. ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങണം. പിന്നെ കുളിച്ചു. നാളെ രാവിലെ വിടണം. 4 മണിക്ക് വിടാനാണ് പ്ലാൻ. പാലക്കാടേക്ക് രാത്രി ആകുമ്പോഴേക്ക് പാലക്കാട് പിടിക്കണം, ചവിട്ടണം, കഴിക്കാം.